കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ എംഎൽഎ സ്ഥാനം നഷ്ടപ്പെടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്, രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്. രാജി ആവശ്യപ്പെടാനല്ലാതെ അംഗത്തെ കൊണ്ട് നിർബന്ധിച്ച് രാജിവെപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വമോ മറ്റേതെങ്കിലും പാർട്ടിക്കോ കഴിയില്ല എന്നതാണ് വസ്തുത. രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിലും പങ്കെടുക്കാം. അവിടെ പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി കോൺഗ്രസ് ടിക്കറ്റ് ജയിച്ചു വന്നുകൊണ്ട് തന്നെ, കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്നതുകൊണ്ട് തന്നെ പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി നിയമസഭയിൽ വോട്ട് ചെയ്താൽ സ്പീക്കർക്ക് കൂറുമാർ നിരോധന നിയമപ്രകാരം അംഗത്തെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന് കത്ത് നൽകാം. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എംഎൽഎ സ്ഥാനം കളയാൻ കോൺഗ്രസിന് മുന്നിലുള്ള ഒരു വഴി. മറ്റൊന്ന് പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയാണ്. സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അംഗത്തിന് നടപടിയെടുക്കാൻ, പരാതി ലഭിച്ച നടപടിയെടുക്കാൻ നിയമസഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് അധികാരമുണ്ട്. അതിനൊരു പരാതി ഏതെങ്കിലും ഒരു എംഎൽഎക്ക് ഈ അംഗത്തിനെതിരെ പരാതി നൽകാം. ആ പരാതി ലഭിച്ചാൽ സ്പീക്കർക്കാണ്, എത്തിക്സ് കമ്മിറ്റിക്ക് നേരിട്ടല്ല, സ്പീക്കർക്കാണ് ഒരു അംഗം പരാതി നൽകേണ്ടത്. ആ പരാതി ലഭിച്ചാൽ നിയമസഭാ സ്പീക്കർക്ക് ആ പരാതി സഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറാം. ആ കമ്മിറ്റി നിരവധി നടപടിക്രമങ്ങൾക്ക് ശേഷമാകും ഇതിലുള്ള നടപടികൾ തീരുമാനിക്കേണ്ടത്. സഭാ സമ്മേളനം ചേരാത്ത സമയങ്ങളിലും ഒരു അംഗത്തിന് മറ്റൊരു എംഎൽഎക്കെതിരെ, മറ്റൊരു അംഗത്തിനെതിരെ സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന് നിയമസഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി നൽകാം. സഭ ആരംഭിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ പരാതി ലഭിക്കുന്ന സമയത്തോ ഒൻപതിലധികം അംഗങ്ങൾ അടങ്ങിയിട്ടില്ലാത്ത പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഈ പരാതി ഗവർണർക്ക് കൈമാറാം. ആ കമ്മിറ്റി റഫർ ചെയ്യുന്ന ഏതൊരു പ്രശ്നവും പരിശോധിക്കാനും അതിന്റെ വസ്തുതകൾ പരിഗണിച്ച് അവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അതിന്റെ ആ അവകാശ ലംഘന സ്വഭാവം എന്തെന്ന്, അത് ഇടവരുത്തിയ സാഹചര്യം എന്തെന്നൊക്കെ പരിശോധിച്ച് ഉചിതമുള്ള നടപടികൾ ആ കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാം. ആ ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് സ്പീക്കർ സഭ ചേരുമ്പോൾ സഭയിൽ വയ്ക്കണം. ആ സഭ റിപ്പോർട്ട് പരിഗണിച്ച് കമ്മിറ്റിയിലെ ചെയർപേഴ്സണോ അല്ലെങ്കിൽ ഏതെങ്കിലും അംഗത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അംഗത്തിനോ റിപ്പോർട്ട് പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം സഭയിൽ അവതരിപ്പിക്കും. അങ്ങനെ ചെയ്താൽ ആ പ്രശ്നം സഭയിൽ വോട്ടിനിട്ട് തീരുമാനമെടുക്കാമെന്നാണ് നിയമസഭാ നടപടിക്രമങ്ങൾ, നിയമസഭാ ചട്ടങ്ങൾ പറയുന്നത്. സഭയിൽ വോട്ടിടുന്നതിന് മുമ്പ് സ്പീക്കർക്ക് ആ ഉപക്ഷേപത്തിന്മേൽ അരമണിക്കൂർ കവിയാത്ത സമയത്തേക്കുള്ള ചർച്ചയ്ക്കും അനുവദിക്കാവുന്നതാണ്. സഭ റിപ്പോർട്ട് പരിഗണിക്കേണ്ടതാണെന്ന കാര്യം സ്ഥാപിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചർച്ചയിൽ, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചർച്ച പോകാൻ പാടില്ലെങ്കിലും ആ കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച നടക്കും. അതിനുശേഷം കമ്മിറ്റിയുടെ പരിഗണനയ്ക്കെടുക്കും. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സഭ അംഗീകരിക്കുകയാണെങ്കിൽ ആ അംഗത്തിനെ, ഈ സദാചാര വിരുദ്ധ പ്രവർത്തനം നടത്തിയ അംഗത്തിനെ നിയമസഭാ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ട്. ആ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ച് അതിനു മുമ്പ് തന്നെ ഈ പരാതി ലഭിച്ചാൽ, എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഈ കക്ഷികളെ, അതായത് പരാതി നൽകിയ ആളെയും ആരോപണ വിധേയനായ ആളെയും എത്തിക്സ് കമ്മിറ്റി ഹിയർ ചെയ്യണം. അവരുടെ വാദങ്ങൾ കൂടി കേട്ട ശേഷമാകും അന്തിമ തീരുമാനമെടുക്കുകയും ആ റിപ്പോർട്ട് തയ്യാറാക്കി സഭയിൽ വയ്ക്കുകയും ചെയ്യേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇത്തരമൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സഭ ചേരുന്ന സമയമല്ല, പക്ഷേ സ്പീക്കർക്ക് ഏതെങ്കിലും ഒരു എംഎൽഎ പരാതി നൽകിയാൽ സ്പീക്കർക്ക് ആ പരാതി സഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് വിടാനുള്ള അധികാരമുണ്ട്. ഇനി ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യമോ ആകും നിയമസഭ സെഷൻ ചേരുക. ബജറ്റ് സമ്മേളനമാണ് ഈ നിയമസഭയുടെ അവസാന സമ്മേളനം. അതിലൊരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പരാതി ലഭിച്ചാൽ ആ പരാതി കൂടി പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൂടി ഒരുപക്ഷെ സമ്മേളനത്തിൽ വന്നേക്കാം. അതൊരു നീക്കങ്ങളും ഇടത് കേന്ദ്രങ്ങൾ ഭരണപക്ഷം ആരംഭിച്ചതാണ് നൽകിയിരിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന് സഭയുടെ അംഗത്വം കൂടി റദ്ദാക്കി പുറത്താക്കാനുള്ള അധികാരമുണ്ടാവും. അങ്ങനെയെങ്കിൽ അത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമായി കൂടി രചിക്കപ്പെടും. നേരത്തെ KR ഗൗരിയമ്മയ്ക്കെതിരെയുള്ള അധിക്ഷേപകരമായ പരാമർശത്തിന് PC ജോർജിന് നിയമസഭ താക്കീത് ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ, മോശം സ്വഭാവത്തിന്റെ പേരിൽ ഒരു അംഗത്തെയും കേരള നിയമസഭ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അങ്ങനെ സംഭവിച്ചാൽ അതിലും രാഹുൽ മാങ്കൂട്ടത്തിലെന്ന പാലക്കാട് MLA ഒരു പുതിയ റെക്കോർഡാകും, പുതിയ ചീത്തപ്പേരാകും എഴുതി ചേർക്കാൻ പോകുന്നത്.